നമസ്കാരം. രഞ്ജിത്ത് ഇൻഡസ്ട്രിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് PSC ഇതിനോടകം തന്നെ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഐഡന്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ സെന്റൻസ്. ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ എന്നുള്ളത് ആ പറയുന്ന സെന്റൻസിലെ എന്താണ്, സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ദ ഫസ്റ്റ് എന്നാണോ, അതോ ദ ഫസ്റ്റ് 3 എന്നാണോ, അതോ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്നാണോ, അതോ ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് എന്നാണോ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ രണ്ടായി ഭാഗിക്കും. എന്തൊക്കെയാട്ടാ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്നുള്ളത്. ഓക്കെ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വെർബ് തൊട്ട് അങ്ങോട്ടുള്ള ഭാഗത്തെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. നോക്കുക, ഇവിടുത്തെ വെർബ് ഏതാണെന്ന് നോക്കുക. ആർ റിട്ടൺ ആണ് ഇവിടുത്തെ വെർബ്. ഓക്കെ, ഇവിടുത്തെ വെർബ് ഏതാണ്? ആർ റിട്ടൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഏത് ഭാഗമായിരിക്കും? ആർ റിട്ടൺ. അപ്പോൾ വെർബ് തൊട്ട് അങ്ങോട്ടുള്ള ഭാഗമാണ് എന്ത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിനെ നമുക്ക് രണ്ടായി ഭാഗിക്കാം, സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും. പ്രെഡിക്കേറ്റ് എപ്പോഴും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു വെർബിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇവിടുത്തെ വെർബ് എന്ന് വെച്ചാൽ ആർ റിട്ടൺ ആണ്. ആ വെർബ് തൊട്ട് അങ്ങോട്ടുള്ള ഭാഗമാണ് പ്രെഡിക്കേറ്റ്. അങ്ങനെയാകുമ്പോൾ ഈ ഭാഗം എന്തായിരിക്കും? സബ്ജക്റ്റ് ആയിരിക്കും. ഏത് ഭാഗമാണ്? ഈ പറയുന്ന ഭാഗം സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഇതാണ്. ഏത്? ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അതിന്റെ ട്രിക്ക് മനസ്സിലായല്ലോ. അതായത് ഏത് സെന്റൻസിന് നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം, സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റും. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് തുടങ്ങുന്നതാ, വെർബ് തൊട്ടാണ്. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ആർ റിട്ടൺ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ വെർബ് തൊട്ട് പ്രെഡിക്കേറ്റ് തുടങ്ങുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഭാഗത്താണല്ലോ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് എന്നാണ്. ഇവിടുത്തെ ചോദ്യം എന്താണ്? സബ്ജക്റ്റിനെ കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ദ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ കറക്റ്റായിട്ട് സ്പെല്ലിംഗിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്രസ് ആണോ, അഡ്വേഴ്സ് ആണോ, ആൾട്ടുഗദർ ആണോ, അനൗൺസ് ആണോ? നമ്മൾ നോക്കുമ്പോൾ ഈ എയും ബിയും സിയും തെറ്റിച്ചാണ് എഴുതിക്കുന്നത്. കാരണം അഡ്രസ് എന്ന് പറയുമ്പോൾ 2 D വേണം. ഇവിടെ ആഡ്വേഴ്സിന് 1 D മതി. ഇനി അനൗൺസിന് 2 N വേണം. ഇവിടെ ANNOUNC. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഓൾ ടുഗദർ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈ ഓൾ ടുഗദർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ഐഡന്റിഫൈ ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ്. ഇവിടെ ശരിയായ വാക്കിന്റെ ഇവിടെ തന്നിരിക്കുന്ന വാക്കിന്റെ ശരിയായ ഫോം എടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഡാഷ് ഡൗൺ എവരി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലഞ്ചിന് ശേഷം, എല്ലാ ആഫ്റ്റർനൂണും ലഞ്ചിന് ശേഷം ഞാൻ കിടക്കാറുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അത് സിമ്പിൾ പ്രസന്റിലാണ് പറയേണ്ടത്. ഇവിടെ സിമ്പിൾ പ്രസന്റിൽ വന്നിരിക്കുന്ന വെർബ് ഏതാണെന്ന് നോക്കുക. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, സിമ്പിൾ പ്രസന്റിൽ വന്നു വരുമ്പോൾ ഐയുടെ കൂടെ ഡു ആണ് വരേണ്ടത്. കാരണം ഡു ഐ പ്ലൂറലായിട്ട് വരുമ്പോൾ ഡു ആണ് വരുന്നത്. അപ്പോൾ ഡു പ്ലസ് വെർബാണ് വരേണ്ടത്. അപ്പോൾ ആ വെർബിന്റെ യഥാർത്ഥ രൂപം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡു വന്നിരിക്കുന്ന വെർബുകൾ ഏതാണ്? ഇവിടെ ലൈ, ഡു ചേർന്ന് വന്നിട്ടുണ്ട്. ലേയും ഡു ചേർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ലേ എന്ന് വെച്ചാൽ അർത്ഥം ഇടുക എന്നർത്ഥം. ഇപ്പം കോഴിയൊക്കെ മുട്ടയിടുന്നതിന് നമുക്ക് ലേ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇടുക എന്നാണ് ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കിടക്കുന്നു എന്നർത്ഥം. ഇപ്പൊ കിടക്കുന്നു എന്നർത്ഥം പറയണമെങ്കിൽ ലൈ ആണ്. ലൈക്ക് കിടക്കുക എന്ന് അർത്ഥമുണ്ട്, കള്ളം പറയുക എന്നർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കിടക്കുക ആണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റും കൂടെ വേണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും, ലൈ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, ഗീവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഇൻ ദ ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെന്റ് ആൽഫബറ്റ്. അതായത് വ്യത്യസ്ത ആൽഫബറ്റിന്റെ അക്ഷരങ്ങളിൽ നമ്മൾ വാക്കുകളും ലെറ്ററും എഴുതുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരിക്കും? ട്രാൻസ്ലിറ്ററേറ്റ് എന്നായിരിക്കും. ട്രാൻസ്ലിറ്ററേറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ, ട്രാൻസ്ലിറ്ററേറ്റ് എന്നുള്ള ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഗീവ് ദ കറക്റ്റ് വെർബ് ഫോം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ബ്ലാങ്ക് കൊടുത്തിട്ട് അവിടെ ശരിയായിട്ടുള്ള വെർബ് എടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഹി ആസ്ക്ഡ് ഇഫ് എനിവൺ ഡാഷ് ഹിസ് ഗ്ലാസസ്. നമ്മൾ നേരത്തെ ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു
സെന്റൻസിൽ രണ്ട് വെർബുകൾ വരുമ്പോൾ ആ രണ്ട് വെർബും എങ്ങനെയായിരിക്കണം? ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവമാണെങ്കിൽ അതിൽ ആദ്യം നടന്ന സെന്റൻസ് വെർബ് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും രണ്ടാമത് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം എഴുതുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആസ്ക്ഡ് എന്ന് പറയുന്ന വെർബ് ഇനി തന്നു, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ തുടർന്ന് വരേണ്ടത് എങ്ങനെയായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിരിക്കുന്നതാണ് ഈ ഹാഡ് സീൻ എന്നുള്ളതാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ അപ്പോൾ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും? ഹി ആസ്ക്ഡ് ഇഫ് എനിവൺ ഹാഡ് സീൻ ഹിസ് ഗ്ലാസസ്. അവൻ ചോദിച്ചു ആരെങ്കിലും അവൻ്റെ ഗ്ലാസ് കണ്ടോ എന്ന്. അപ്പം ആരെങ്കിലും ഗ്ലാസ് കണ്ടാലല്ല അവൻ ചോദിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ടു എന്നവന് തോന്നിയത് കൊണ്ടാണെന്നല്ലോ അവൻ ചോദിക്കുന്നത്. അപ്പോൾ അവനെ കണ്ടു എന്നുള്ളതാണ് ആദ്യം നടന്നത്, പിന്നീട് അവൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടു എന്നുള്ള ക്രിയയാണ് ആദ്യം നടന്നത്, അതായിരിക്കും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗീവ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. മെനി എ കപ്പ് ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെനിയെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഭവം. അങ്ങനെ മെനിയെ എന്ന് തുടങ്ങിയിട്ടാണ് ശേഷം സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബും ആയിരിക്കണം വരേണ്ടത്. നമുക്ക് കപ്പ് ആൻഡ് സോസർ എന്ന് പറയുന്നത് എന്താണ്? അത് എപ്പോഴും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ, കാരണം അത് ജോഡി, അത് പെയറാണ്. അപ്പം എന്താണ്, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പോലെ ആണെന്ത് കപ്പ് ആൻഡ് സോസർ. അപ്പം അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പം സിംഗുലർ വന്നതുകൊണ്ട് മെനിയെ വരികയും വന്നതുകൊണ്ടും അത് സിംഗുലർ വെർബ് ആയിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ഏതാ? ഈസുമുണ്ട്, ഹാസുമുണ്ട്. ഇതിലേത് ഉപയോഗിക്കും? നമ്മൾ മനസ്സിലാക്കി ഇവിടെ ബീൻ വന്ന സ്ഥിതിക്ക് പിന്നെ എന്തേ വരത്തുള്ളൂ? ഹാസ് ബീനെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഹാസ് ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഹാസ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ഇറ്റാലിസിസ്ഡ് വേർഡ്. ഇവിടെ ചരിച്ചെടുത്തിരിക്കുന്ന വാക്കിന്റെ മീനിങ് ഏത്? അപ്പോൾ ഇത് ഫ്രേസ് ആണ്, ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഫെൽ ഔട്ട്, ഫാൾ ഔട്ടിന്റെ ഫ്രേസൽ വെർബിന്റെ അർത്ഥം എന്താ? വഴക്കിടുക എന്നുള്ളതാണ്. ക്വാറൽ എന്നുള്ളതാണ് ഫാൾ ഔട്ടിന്റെ അർത്ഥം. ഇവിടെ ഫെൽ ഔട്ട് എന്നാണ് വന്നിരിക്കുന്നത്, പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പം ക്വാറൽഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗീവ് ദ ആന്റോണിം ഓഫ് ദ ഇറ്റാലിസ്ഡ് വേർഡ്. ഇവിടെ ചരിച്ചെഴുതിയിരിക്കുന്ന വാക്കിന്റെ ആന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പം വിപരീത പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഗീവ് ദ ആന്റോണിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗീവ് ദ ആന്റോണിം ഓഫ് ദ ഇറ്റാലിസിസ്ഡ് വേർഡ്. ഇവിടെ ചരിച്ചെഴുതിയിരിക്കുന്ന വാക്കിന്റെ ആന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കസ്റ്റിന്റെ അർത്ഥം എന്താ? വെറുക്കുക എന്നർത്ഥമില്ല. ഹിസ് ബിഹേവിയർ ഡിസ്കസ്റ്റഡ് എവരി വൺ. അവന്റെ പെരുമാറ്റം എല്ലാവരെയും വെറുപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സന്തോഷിപ്പിച്ചു എന്ന് വേണം. അപ്പൊ അതായിരിക്കും പ്ലീസ്ഡ് ആയിരിക്കും. അതായിരിക്കും പ്ലീസ്ഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ എനിക്കൊരു ആപ്ലിക്കേഷൻ ഫോം അയച്ചു തന്നാൽ ഞാൻ വളരെ നന്ദിയുള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സാങ്കല്പികമാണ്. അപ്പൊ സാങ്കല്പികത്തിലെ ഭാവിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വില്ലല്ല ഉപയോഗിക്കേണ്ട, പിന്നെ ഇതായിരിക്കണം വുഡായിരിക്കും. നമുക്കറിയാം ഭാവിയെ സൂചിപ്പിക്കാൻ വില്ലോ, വുഡോ, മേയോ, ക്യാനോ ഒക്കെ ഉപയോഗിക്കാം. മേ എന്ന് പറയുന്നത് സാധ്യതയെ സൂചിപ്പിക്കുന്ന ഭാവിയും ക്യാനോ ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഭാവി പറയുമ്പോൾ വില്ലോ, വുഡോ നമുക്ക് ഉപയോഗിക്കാം. വില്ല് യഥാർത്ഥ ഭാവി, എന്നാൽ വുഡോ സാങ്കല്പികമായിട്ടുള്ള ഭാവന വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് വുഡായിരിക്കണം. അപ്പോൾ ഇതൊരു ഭാവനയാണ്, ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കാവോ? വുഡേ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ പ്രിപ്പോസിഷൻസ്. ചൂസ് ദ പ്രിപ്പോസിഷൻ. ഇവിടെ ശരിയായിട്ടുള്ള പ്രിപ്പോസിഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ റൂൾ ഈസ് ആപ്ലിക്കബിൾ ഡാഷ് എവരി വൺ. ഇതെല്ലാവർക്കും അറിയാം. ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വരത്തുള്ളൂ? ടു ആണ് വരേണ്ടത്. ഓക്കെ, ടു. അപ്പോൾ ആപ്ലിക്കബിൾ ടു എവരി വൺ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ
നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.